തില്ലങ്കേരി തണൽ സാമൂഹ്യക്ഷേമ കേന്ദ്രം പാലിയേറ്റീവ് യൂണിറ്റ് ധനശേഖരണാർത്ഥം ഏപ്രിൽ 7 നടത്താൻ തീരുമാനിച്ചിരുന്ന കലാസന്ധ്യ ഏപ്രിൽ 27 മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. 27 കാവുംപടി CHM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി. പാസ് മുഖേനയുള്ള പരിപാടിയിൽ നാടകം ഉൾപ്പെടെയുള്ള കലാവിരുന്നുകളുണ്ട്. സെക്രട്ടറി T. കൃഷ്ണൻ, പ്രസിഡന്റ് KK വേണുഗോപാലൻ, ഡോക്ടർ RK ശ്രീനിവാസൻ, MV ചന്ദ്രൻ എന്നിവർ ഇരിട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തില്ലങ്കേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ സാമൂഹ്യക്ഷേമ കേന്ദ്രം കഴിഞ്ഞ 11 വർഷമായി ഏറ്റവും വിപുലമായ രീതിയിൽ ഒരുപടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ആദ്യകാലഘട്ടത്തിൽ സാമൂഹ്യക്ഷേമ കേന്ദ്രമായിട്ട് ആരംഭിച്ചെങ്കിലും തുടർന്ന് നാട്യകലാക്ഷേത്രവും അതിനെ തുടർന്ന് പാലിയേറ്റീവ് യൂണിറ്റും പിന്നെ യാത്രാ ടീമും ഒക്കെ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് യൂണിറ്റിൻ്റെ ധനശേഖരണാർത്ഥം ഏപ്രിൽ മാസം 7 നമ്മളൊരു കലാസന്ധ്യ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് നമുക്ക് ആ ദിവസത്തെ കലാസന്ധ്യ മാറ്റിയിട്ട് ഏപ്രിൽ 27 നമ്മൾ മാറ്റുന്ന കാര്യം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പത്രസമ്മേളനം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കാലാകാലങ്ങളിലായിട്ട് നമ്മൾ ഒരുപടി പ്രവർത്തനങ്ങളിലൂടെ തണൽ സാമൂഹ്യക്ഷേമ കേന്ദ്രം പാലിയേറ്റീവ് യൂണിറ്റിൽ ഒരുപടി കാര്യങ്ങൾ ഇന്ന് വരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചായത്തിലൊരു ഫ്രീസർ നൽകി പ്രവർത്തനം ആരംഭിച്ച പാലിയേറ്റീവ് യൂണിറ്റ് ഇന്ന് ധാരാളം കിടപ്പ് രോഗികൾക്ക് സഹായമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ഡയപ്പർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിക്കോട്ടെ, കട്ടിലുകൾ കൊടുക്കുന്നതായിക്കോട്ടെ, വീൽ ചെയറുകൾ കൊടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെ എല്ലാ രീതിയിലും അവർക്ക് വേണ്ടുന്ന, മാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഒരുപടി ആൾക്കാർക്ക്, നിരാലംബരായ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി, അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം, ഇങ്ങനെ ഒരുപടി പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. നമ്മുടെ ഇതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. സെക്രട്ടറി കൃഷ്ണൻ മാഷുണ്ട്. കൃഷ്ണൻ മാഷ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെ ട്രഷറർ ശ്രീനിയാട്ടനുണ്ട്, ഡോക്ടർ RK ശ്രീനിവാസൻ. അദ്ദേഹം പിന്നെ ഒരുപാട് മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ച വ്യക്തി ആണ്. അതേപോലെ തന്നെ നമ്മുടെ മെമ്പർ ചന്ദ്രനുണ്ട്. അപ്പോൾ അവരൊക്കെ കാര്യങ്ങൾ വിശദമാക്കും. കൃഷ്ണൻ മാഷ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. നമ്മളിതിൻ്റെ ധനശേഖരണാർത്ഥം ഒരു കലാസന്ധ്യ നടത്തുകയാണ്. അതാണ് ഏപ്രിൽ 7 എന്നുള്ളത് ഏപ്രിൽ 27 തിങ്കളാഴ്ചക്ക് മാറ്റിയത്. ആ പരിപാടിയിൽ സുനിൽ കോട്ടയമ്പർ അവതരിപ്പിക്കുന്ന സകലകല എന്ന പരിപാടിയും കേരള സർക്കാരിൻ്റെ മികച്ച നാടകത്തിൻ്റെ 2ാം സ്ഥാനം നേടി 6ഓളം അവാർഡുകൾ നേടിയ കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകവുമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമാണ് ഞങ്ങളുടെ പാലിയേറ്റീവ് രംഗത്തായാലും മറ്റ് പ്രവർത്തന മേഖലകളിലായാലും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ തില്ലങ്കേരിയിൽ തുടങ്ങിയിട്ടുള്ള തണൽ സാമൂഹ്യക്ഷേമ കേന്ദ്രം 2015 ഞങ്ങൾ തുടങ്ങിയത്. വിരലിലെണ്ണാവുന്ന നല്ലവരായതെന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാനും മെമ്പർമാർ അംഗങ്ങളായ ഞങ്ങൾ അവിടെ തുടങ്ങിയ പരിപാടി ഇന്ന് വളരെ നല്ല നിലയിൽ തില്ലങ്കേരിക്കകത്തും പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തിരഞ്ഞെടുത്ത മെമ്പർമാരുടെ സ്ഥിരോത്സാഹവും ആത്മാർത്ഥതയും സമ്പാദ്യശീലവും എല്ലാം കൂടെ ഒത്തിണങ്ങിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കാലമായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടിയും സാമ്പത്തികമായ കൈവഴികവോടുകൂടിയും മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾ വളരെയധികമൊന്നും ആരുടെ അടുത്തുനിന്നും ശരിയായ സംഭാവനകളൊന്നും വാങ്ങിക്കാതെ കണ്ടാണ് ഞങ്ങളുടെ കാശ് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി, ഈ നാടകം നടത്തുന്നത് തന്നെ ഞങ്ങൾ വളരെ അധ്വാനിച്ച് ഞങ്ങളുടെ ഒരുപാട് കർമ്മങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പരിപാടി നീട്ടി ഈ 7-ാം തീയതി നിശ്ചയിച്ചത് 27 മാറ്റിവെച്ചു എന്നത് പ്രസിഡന്റ് അറിയിച്ചതുപോലെ അത് അറിയിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരും അന്ന് നാടകത്തിന് വരിക. എല്ലാവിധ സഹായവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക.